ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്ത്രപരമായി ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ നോക്കുന്നത് ഇന്ത്യക്ക് പാക് ഒക്യുപ്പൈഡ് കശ്മീർ ലീഗലി 1947 അക്സഷന് ശേഷം ഇന്ത്യയുടെ ഭാഗം ആയിരിക്കുന്നതും, പക്ഷേ 1947 ഇൻഡോ പാക് വാറിന് ശേഷം അത് പാകിസ്ഥാന്റെ കയ്യിലുമായ ഒരു ഭാഗമാണ് പാക് ഒക്യുപ്പൈഡ് കശ്മീർ. നമ്മൾ അത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു തന്ത്രപ്രധാനമായും ആയുള്ളതും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകവുമാണെന്ന് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ പാർലമെന്റിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യക്ക് അത് പിടിച്ചെടുക്കാൻ സാധിക്കുമോ? കാരണം അത് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടിട്ട് ഒരിക്കലും ഈ ഭാഗം ഈ നമ്മളുടെ പാകിസ്ഥാൻ അത് തരണമെന്നില്ല. ഈ എന്തുകൊണ്ടാണ് ഈ പാക് ഒക്യുപ്പൈഡ് കശ്മീർ ഇന്ത്യക്ക് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്? അതുപോലെ തന്നെ ഇതിനൊരു നിയമപരമായിട്ട് ഇന്ത്യയുടെ ഒരു ഫൂട്ടിംഗ് ഉള്ളൊരു ഭാഗമാണ്. അത് ഓക്കെ. കാരണം 1947 കാശ്മീരിലെ രാജാവ് ഇന്ത്യയുടെ കൂടെ ചേരാനായിട്ടുള്ള ട്രീറ്റി സൈൻ ചെയ്തതിന് ശേഷം മൊത്തം കശ്മീരും ഇന്ത്യയുടെ ഭാഗമാണ്. അത് എന്താണ് അതിന് ജിയോഗ്രഫിക്കലി എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്? ലീഗലി നമ്മുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ പിടിച്ചെടുക്കാൻ തയ്യാറാകുന്നു. ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിട്ടിരിക്കുന്ന പാകിസ്ഥാനോട് പോലും നമ്മളത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് എന്താണെങ്കിലും നമുക്കത് വേണം. നമ്മളുടെ അവിഭാജ്യ ഒരു ഘടകമാണ് എന്ന രീതിയിലൊക്കെ ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, ഒരു പക്ഷേ പ്രൈം മിനിസ്റ്റർ മോഡി ഉൾപ്പെടെയുള്ള ആളുകൾ അത് പറയുന്നത് എന്തുകൊണ്ടിട്ടാണ്? നമുക്കിത് ഹിസ്റ്റോറിക്കൽ റീസൺസിലേക്ക് പോകാം. കാരണം ഇത് ഇന്ത്യയുടെ നോർത്തേൺ പ്ലേറ്റോ, കാരണം സതേൺ പ്ലേറ്റോയ്ക്ക് സതേൺ ഭാഗം, കാരണം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ സൗത്തേൺ സ്റ്റേറ്റ് വിപുലീകരിക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രാറ്റജിക്കലി ജോഗ്രഫിക്കലി ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് തരുന്ന ഭാഗമാണ്. കാരണം ഈ നമുക്ക് ഈ ആഫ്രിക്കൻ റീജിയനിലേക്കോ അതല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യയിലേക്കോ വെസ്റ്റ് ഏഷ്യയിലേക്കോ പോകാൻ വളരെയധികം ഓപ്പൺ ആയിട്ടുള്ളൊരു സീ ഉള്ളൊരു ഭാഗമാണ് ഇന്ത്യയുടെ ഈ സതേൺ പാർട്ട് എന്ന് പറയുന്നത്. വളരെയധികം ജോഗ്രഫിയിൽ അഡ്വാൻറ്റേജുകളാണ്. പക്ഷേ ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിൻ്റെ നാച്ചുറൽ ലാൻഡ് റൂട്ടുകൾ ഇന്ന് നമ്മുടെ കയ്യിലല്ല. അത് പാകിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ ഒരു പക്ഷേ ചൈനയുടെയോ കയ്യിലുകളിലാണ് പോയിരിക്കുന്നത്. പഴയ സിൽക്ക് റൂട്ടുകൾ പോയിരുന്ന ഭാഗമാണ് ഈ ഭാഗത്തൂടി ചൈനയിലേക്ക് പോകുന്ന ഒരു സിൽക്ക് റൂട്ട്. പണ്ട് വ്യാപാരത്തിന് വേണ്ടി ആളുകൾ യൂസ് ചെയ്തിരുന്ന ഈ ഭാഗമെല്ലാം ഇന്ത്യയുടെ ഇന്ന് കയ്യിലിരിക്കാത്ത അല്ലെങ്കിൽ ആ ഭാഗത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കശ്മീരിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഏത് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഭാഗങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നതിന് 2 ഭാഗങ്ങൾ അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അവരുടെ പഞ്ചാബ് സ്കർദു ഭാഗത്ത് നിൽക്കുന്ന ഈ ഭാഗം, ഈ ഇന്ത്യയുടെ പശ്ചിമ ഭാഗത്ത്, ഇന്ത്യയുടെ കശ്മീരിന്റെ പശ്ചിമ ഭാഗത്തുള്ള ലൈൻ ഓഫ് കൺട്രോളിന്റെ ഭാഗത്ത് കിടക്കുന്ന സ്കർദുവിൽ കിടക്കുന്ന ഈ ഭാഗം പാക് ഒക്യുപ്പൈഡ് കശ്മീരാണ്. അതിന്റെ മുകളിൽ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന് മുകളിലായിട്ട് ജോജില പാസിനെയും കാർഗിലിനെയും മുകളിലായിട്ട് വരുന്ന ഈ ഭാഗത്തെയാണ് ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ അല്ലെങ്കിൽ ബാൾട്ടിസ്ഥാൻ എന്ന രീതിയിൽ വിളിക്കുന്നത്. 1963 ചൈന പാകിസ്ഥാൻ ഉടമ്പടി പ്രകാരം ഷക്സൻ വാലി, നമ്മുടെ സിയാച്ചിനിൽ മുകളിൽ നിൽക്കുന്ന ഷക്സൻ വാലി, അത് പാകിസ്ഥാൻ ഇല്ലീഗലി ചൈനയ്ക്ക് കൈമാറുകയാണ് ചെയ്തത്. 1962 ഇൻഡോ ചൈന വാറിന് ശേഷം ഈ അക്സായി ചീൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ലഡാക്കിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു ഏരിയ ചൈന പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഇതൊരു ഗ്രാൻഡ് സ്ട്രാറ്റജി ആയിരുന്നു പാകിസ്ഥാന്റെയും ചൈനയുടെയും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ മൗണ്ടനസ് റീജിയൻ ആയിട്ടിരിക്കുന്ന ടിബറ്റില് അവർക്കൊരു പാസ് കിട്ടുന്നത് കാറക്കോറം പാസ് മാത്രമാണ്. കാരണം സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നേരെ അറേബ്യൻ സീയിലേക്ക് വരാനായിട്ട് ചൈനയ്ക്ക് അവരുടെ ടെറിട്ടറിയിലൂടെ അറേബ്യൻ സീയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ കാരക്കോറം പാസ്, അത് പോകുന്നത് അക്സൈ ചീൻ വഴി, കാരക്കോറം പാസ് വഴി നേരെ അത് ബാൾട്ടിസ്ഥാനിലേക്ക് വന്ന് പാക് ഒക്യുപ്പൈഡ് കശ്മീരിലൂടെ കടന്ന് പാകിസ്ഥാൻ മുഴുവൻ സഞ്ചരിച്ച് പാകിസ്ഥാന്റെ ഗോദർ പോർട്ടിലേക്ക് വന്നിട്ടാണ് ചൈനയ്ക്ക് ഒരു അറേബ്യൻ സീയിലേക്ക് ആദ്യമായിട്ടൊരു ഓപ്പണിംഗ് കിട്ടുന്നത്. അവരതിൽ ഒരു വലിയ വഴികളെല്ലാം 4 വരി പാതകളും ബ്രിഡ്ജസും എല്ലാം പണിതു വരുന്നുണ്ട്. സീപെക് എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ചൈന പാകിസ്ഥാനിൽ ചെയ്യുന്നത്. ഇത് ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാകിസ്ഥാന്റെ കയ്യിലും ഇത് ചൈനയുടെ കൺട്രോളിലും ഇരിക്കുന്നുണ്ടിട്ട് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനായിട്ടോ സെൻട്രൽ ഏഷ്യ ആയിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോയി. ട്രഡീഷണൽ ഭാഗങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിന്റെ സമയത്തോ അക്ബറിന്റെ ഭരണ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടുള്ളത് നമ്മുടെ അശോക ചക്രവർത്തിയുടെ ഭരണ സമയത്തോ ഈ ഏരിയകളെല്ലാം നമ്മളുടെ ഈ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഈ കാണുന്ന വഖാൻ കൊറിഡോർ എന്ന് പറയുന്നത്
അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ഭാഗമാണ്. ഈ ഭാഗത്തേക്ക് ഇപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ പാക് ഒക്യുപ്പൈഡ് കശ്മീർ നമ്മുടെ അധീനതയിൽ വന്നാൽ വഖാൻ കൊറിഡോർ വഴി നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ്. നോക്കൂ, ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാണ്. അഫ്ഗാനിസ്ഥാൻ്റെ ഒരു കൈ പോലെ കിടക്കുന്ന ഒരു വഖാൻ കൊറിഡോർ അത് നേരെ താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വഴി മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. കാരണം ഇത് നേരെ അവരുടെ ടിബറ്റൻ പ്ലേറ്റോയിലൂടെ വഴി കാരകോറം പാസ് വഴി ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ വഴി കടന്ന് പാകിസ്ഥാൻ മുഴുവൻ സഞ്ചരിച്ച ഒരു അറേബ്യൻ സീയിലേക്ക് വരാൻ യൂസ് ചെയ്യുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇതിലൊരു കൺട്രോൾ കിട്ടിയാൽ വഖാൻ കോറിഡോർ വഴി നേരെ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യക്ക് ഇത് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് റഷ്യ പോലത്തെയുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് വളരെ താല്പര്യമുണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ചൈന ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും കയറി നിരങ്ങുവാണ്. ഇത് ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ വഴി പാകിസ്ഥാൻ മുഴുവൻ കടന്ന് നേരെ അറേബ്യൻ സീയിലേക്ക് അവർ എത്തുന്നത് വഴി അവർക്ക് ഇവിടെ ഒരു റൂട്ട് കിട്ടുന്നുണ്ട്. രണ്ട്, അത് മിഡിൽ ഈസ്റ്റിലേക്ക് അവർക്ക് എത്താനായിട്ടുള്ളതും ആഫ്രിക്കയിലേക്ക് അവരുടെ ട്രേഡ് റൂട്ട്സ് എടുക്കാനും വളരെ എളുപ്പമാണ്. ഇത് യൂറോപ്പിലേക്ക് അവർ പോകാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഏഷ്യയിലെ അവർ വളരെയധികം ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് ഒരുപാട് ബോർഡറിംഗ് ഉണ്ട് ഈ പറഞ്ഞ കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ പോലത്തെ രാഷ്ട്രങ്ങളായിട്ട്. അവരൊരു ബിഗ് പ്ലെയർ ആയിട്ട് മാറുകയാണ്. പഴയ ഒരു പ്രതാപം റഷ്യക്ക് ഇല്ലാത്തത് കൊണ്ടിട്ട് ഇന്ത്യ മാത്രമാണ് ഇനി കൗണ്ടർ ചെയ്യാനായിട്ട്, ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മേഖല. പക്ഷേ ഇന്ത്യക്ക് ഒരു ജിയോഗ്രഫിക്കലി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡോഗിൻ്റെ പടത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ കിടക്കുകയാണ്. അത് ഇന്ത്യയുടെ ടെറിട്ടറി ഇല്ലീഗലി പിടിച്ചു വച്ചിരിക്കുന്നത് കാരണം ഇന്ത്യക്ക് കയ്യിലേക്ക് നിയമപരമായിട്ടോ അതല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമുക്ക് എടുക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് വരാൻ പറ്റും. റഷ്യയും റഷ്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യ ഇവിടെ ഒരു പ്ലെയർ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. സെൻട്രൽ ഏഷ്യയിൽ ഒരുപാട് അൺടാപ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അത് ഇന്ന് സോൾലി യൂസ് ചെയ്യുന്ന ചൈനയാണ്. ഇന്ത്യക്കും കൂടി അത് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഇവിടെ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. റഷ്യയുടെ ബാക്ക് ഗാർഡിൽ റഷ്യയുടെ ഒരു വലിയ ഫ്രണ്ടായിട്ടുള്ള ഇന്ത്യയും കൂടി വരാൻ സാധിക്കും. പക്ഷേ ഇത് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിൻജിയാങ് റീജിയൻ, അതുപോലെ തന്നെ അക്സൈച്ചിൻ റീജിയൻ, ഈ മേഖലകളിലെല്ലാം ചൈനയുടെ ഒരു വലിയ മിലിറ്ററി പ്രസൻസ് ഉണ്ട്. പാകിസ്ഥാൻ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പാകിസ്ഥാനെ പൊടാടുന്നെന്ന് പറഞ്ഞു ഓടിപ്പോകുന്ന സ്ഥിതിയിലാണ് പാകിസ്ഥാൻ ഇരിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഒരു കയറി അടിച്ചാൽ ഇവർക്ക് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായതുകൊണ്ടിട്ട് ചൈന ഒരുപക്ഷെ നമ്മുടെ അരുണാചലിലോ നമ്മളുടെ ലഡാക്കിലോ അല്ലെങ്കിൽ ഹിമാചലിലോ ഉത്തരാഖണ്ഡിലോ ആക്രമിച്ചു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഫ്രണ്ട് വാർ സിനാരിയോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി ഒട്ടും അഡ്വാൻറ്റേജ് അല്ല. സോ അവരുടെ 2 or 3 തിയേറ്റർ കമാൻഡുകൾ ഈ ഏരിയയിലുണ്ട്. ഇങ്ങനെ 2 ഫ്രണ്ട് വാർ സിനാരിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രാറ്റജിക്കലി നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. നമ്മുടെ ഫേസും ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടിട്ട് നമുക്ക് ഒരു യുദ്ധത്തിലൂടെ ഇന്ന് ഇത് പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് മാത്രമേ ഉത്തരം പറയാനായിട്ട് സാധിക്കുള്ളൂ. അത് ഒരു നോ ആയാൽ അത്രയും നല്ലത്. ഇനി ഇത് ഇന്ത്യക്ക് ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായതുകൊണ്ടിട്ടും സെൻട്രൽ ഏഷ്യയിലേക്ക് ഇന്ത്യക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ടും നമുക്ക് എപ്പോഴും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ചൈന തായ്വാനുമായിട്ടൊരു ഭയങ്കര അടിയിലേക്ക് പോവുകയാണ്. ഇനി തായ്വാൻ ചൈന യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഈ മൗണ്ടനറിങ് റീജിയണിൽ നിന്ന് ചൈനയ്ക്ക് ഇത് ഈ പറഞ്ഞ അവരുടെ ഫോഴ്സസ് നേരെ ഇങ്ങോട്ട് അവരുടെ ഈസ്റ്റേൺ സീ ബോർഡിലേക്ക് എടുത്ത് മാറ്റി തായ്വാനെ ഫേസ് ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇന്ത്യ ഒട്ടും വൈകാതെ ഈ ഏരിയകളും ഈ പറഞ്ഞ പാക് ഒക്യുപ്പൈഡ് കശ്മീരും ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനും പിടിച്ച് വഖാൻ കോറിഡോറിലേക്ക് ഇന്ത്യയുടെ ആധിപത്യം ചെയ്തിരിക്കണം. പറ്റുമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സിയാച്ചിൻ ഗ്ലേഷ്യറിന് മുകളിൽ കിടക്കുന്ന ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി കൊടുത്തിരിക്കുന്ന ഷക്സം വാലി 1963 ഷക്സം വാലിയും അതും കൂടി പിടിച്ചെടുക്കാൻ സാധിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു സ്ട്രാറ്റജിക്കലി വലിയൊരു മൂവ് ആയിരിക്കും. ഇന്ത്യക്ക് ഒരു ജോഗ്രഫിക്കലി കുറച്ച് കഴിഞ്ഞ 75 കൊല്ലമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന നമ്മുടെ നോർത്തേൺ ജോഗ്രഫി ഫേസ് ചെയ്യുന്ന ഒരു വലിയ ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻ അത് നമുക്ക് ഒരുപക്ഷെ മാറിക്കിട്ടാനായിട്ട് സാധിക്കും. ഇത് സാധിക്കുമോ, ഇതൊക്കെ ഒരു തിയറട്ടിക്കലി സാധിക്കുമോ എന്ന് ചോദിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും. അതിനൊരു വിൽ പവർ ആണ് വേണ്ടത്. അതൊരു സ്ട്രോങ് നാഷണലിസ്റ്റിക് സെന്റിമെന്റ്സ് ഉള്ള ഗവൺമെന്റ് നമ്മുടെ ഉണ്ടാവണം. കാരണം നമ്മുടെ മിലിറ്ററിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഒരുപാട് ചോരകൾ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് നഷ്ടപ്പെടേണ്ടതായിട്ട് വരും, ജീവനുകൾ നഷ്ടപ്പെടും. പക്ഷേ ഫ്യൂച്ചർ ഇന്ത്യൻ ജനറേഷന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ മൈറ്റ് വർദ്ധിക്കാനായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത് നമുക്ക് ഭഗീരഥ പ്രയത്നം ചെയ്യാൻ സാധിക്കുന്ന തീക്ഷ്ണശാലികളായിട്ടുള്ള നാഷണലിസ്റ്റ് ലീഡേഴ്സിനാണ്. അങ്ങനെയുള്ള ലീഡേഴ്സ് ഇന്ത്യയിൽ ഉണ്ടെന്നും ആ നാഷണലിസ്റ്റ് ഗവൺമെന്റ് വീണ്ടും തിരിച്ചു വരുമെന്ന പ്രത്യാശയോടുകൂടി നിർത്തുന്നു. 5 seconds വ്യൂ ഓൺ ക്യാൻ ഇന്ത്യ ടേക്ക് ബാക്ക് POK. താങ്ക് യു സോ മച്ച്.